ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തെക്കിലാണ് അപ്പോൾ ഇവിടെ പാല് കാച്ചലാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടല്ലോ. നൈസ് ഒരു വീഡിയോ ഗൈസ്. അപ്പോൾ നമ്മൾ രാവിലത്തെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഉപ്മാവും സാമ്പാറുമാണ് ഗൈസ് ഇവിടുത്തെ ഫുഡ്. ഇതാണ് അമ്മ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഏറ്റവും സാഹസികമായിട്ട് അമ്മ കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഗൈസ്. പിന്നെ ഫുഡ് കഴിക്കാണ്ടെങ്കിൽ നമുക്ക് വേറൊരു പരിപാടിയില്ല. തിരക്കിനായിട്ടില്ല ഇത്ര നേരം ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഫുഡ് കഴിക്കാൻ വന്നത്. കാട്ടുകാർക്കൊക്കെ മുത്തപ്പൻ ബുദ്ധമായിരിക്കും, കണ്ണൂരുകാർക്കൊക്കെ അത് എല്ലാവരും അറിയണതാണ്. അപ്പോൾ ഇവിടെ മുത്തപ്പനൊക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് എല്ലാ വീടും കൂടി കാണാം. ദിവസം രാവിലെ എല്ലാവരും ഒരു പ്രത്യേക വൈബിൽ നിൽക്കുന്നത്, നല്ലൊരു ഭക്തി സാന്ദ്രമായി നിൽക്കുന്ന കാരണം പറഞ്ഞാൽ നമ്മുടെ കണ്ണൂരായിട്ട് പ്രിയപ്പെട്ട നമ്മുടെ പൊന്നുമുത്തപ്പനെ നമ്മുടെ പാലക്കാട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ് ഒരു വീട് പണിയാന്നുള്ളത് അല്ലേ. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊന്ന് സാധിക്കുമ്പോൾ അതും ഭഗവാന്റെ അനുഗ്രഹം വേണം എന്നുള്ളതും എൻ്റെ ചേച്ചിയുടെ ആഗ്രഹങ്ങളിൽ ഒന്നാണ്. അപ്പോൾ വീട് പണി പൂർത്തിയാകുമ്പോൾ മുത്തപ്പനെ കെട്ടി ആടണം എന്നുള്ളത് ചേച്ചിയുടെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ നമ്മൾ പഴയ വീഡിയോസ് കണ്ടവർക്ക് അറിയായിരിക്കും, നമ്മുടെ ചെമ്പകത്തറ ചെന്തേരയിലുള്ള ഒരു അമ്പലത്തിൽ ഒരു മുത്തപ്പൻ്റെ അമ്പലത്തിൽ നമ്മൾ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വളരെ യാദൃശ്യമായിട്ടാണ് നമ്മൾ അവിടെ എത്തിപ്പെടുന്നതും ഈ മുത്തപ്പൻ കെട്ടിയ ആളിനെ അവിടെ വെച്ചിട്ട് പരിചയപ്പെടുന്നതും. അപ്പോൾ നമുക്ക് ആ ഒരു മുത്തപ്പനോട് നമ്മളൊരു പ്രത്യേക ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പറശ്ശിനിക്കടവ് മുത്തപ്പനോടുള്ള അതേ ഒരു അറ്റാച്ച്മെൻറ്റ് ആ ഒരു അമ്പലത്തിൽ വെച്ചിട്ടും അവിടുത്തെ ഒരു ചൈതന്യത്തോടും തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി ഇങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നപ്പോൾ വീട് പണി പൂർത്തിയാകുമ്പോൾ നമുക്ക് അവരെ വെച്ചിട്ട് തന്നെ ഇവിടെ വെച്ചിട്ട് മുത്തപ്പനെ കെട്ടി ആടണം എന്നുള്ളതും ചേച്ചിയുടെ ആഗ്രഹങ്ങളാൽ ഒന്നായിരുന്നു. അങ്ങനെ നമ്മുടെ പറശ്ശിനിക്കടവ് പോയവർക്ക് അറിയായിരിക്കും, നമ്മൾ അവിടുത്തെ ഒരു ചായയും അതുപോലെ ഒരു വെള്ളപ്പയറും തേങ്ങാപ്പൂളും ഉള്ള ഒരു പ്രസാദം ഉണ്ട് കേട്ടോ. അതും നമുക്ക് ഇവിടെ വെച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ മുത്തപ്പൻ്റെ ഒരുക്കങ്ങളൊക്കെ അവിടെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മുത്തപ്പൻ്റെ കെട്ടിയാടുന്നതിന് മുമ്പ് ഉള്ള ഒരു ചടങ്ങാണ് മലയിറക്കി കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ ആ ചടങ്ങൊക്കെ കാണാനും മുത്തപ്പൻ്റെ ഈ വേഷത്തിൽ നമ്മൾ കെട്ടുന്നതൊക്കെ നമ്മളിങ്ങനെ വീട്ടിൽ വെച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് കാണാൻ പറ്റുക. അത് പറശ്ശിനിക്കടവൊക്കെ പോയി കാണുമ്പോൾ നമുക്ക് ആ വേഷത്തോട് മാത്രമേ കാണാൻ പറ്റുള്ളൂ, ഈ ഒരുങ്ങുന്നതൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ ആദ്യമായിട്ട് നമ്മൾ കാണുകയാണേ, ഈ ഒരുങ്ങുന്നതൊക്കെ. അങ്ങനെ നമ്മളെല്ലാവരും അത് കുറേ ആൾക്കാരുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. കാരണം പറശ്ശിനിക്കടവ് പോയി കാണാൻ പറ്റാത്തവരൊക്കെ ഇങ്ങനെ വീടുകളിൽ വെച്ച് ചാടുന്നതും ഈ പാലക്കാട്ടുകാർക്കാണെങ്കിലും ഒരുപാട് ഫസ്റ്റ് ടൈം ആയിരിക്കും അവരെല്ലാം ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ കാണുന്നത്. കാരണം പറശ്ശിനിക്കടവ് പോയി കാണണമെങ്കിലും ആ ഒരു സമയത്ത് പോയാലല്ലേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ വീടിൻ്റെ ഉള്ളിലേക്ക് മുത്തപ്പനെ നമ്മൾ കൊണ്ടുവരികയാണ്. അപ്പോൾ കൊണ്ടുവന്ന് വീടിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് എല്ലാവരും സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം കേട്ട് മുത്തപ്പൻ എല്ലാവരെയും അനുഗ്രഹിച്ചു. അങ്ങനെ എല്ലാവരുടെയും അന്നത്തെ ദിവസം ഭയങ്കര ബ്ലെസ്സിങ്സ് ആയിരുന്നു കേട്ടോ. ചില സമയത്ത് നമ്മൾ ആരോടും പറയാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ സങ്കടങ്ങൾ മനസ്സിലിങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവില്ലേ, അതൊക്കെ ഭഗവാൻ ഇങ്ങനെ പറയുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ നെഞ്ച് പൊട്ടി കരയാന്നൊക്കെ പറയുന്നില്ലേ, അതൊക്കെയാണ് കേട്ടോ. മുത്തപ്പൻ്റെ മുന്നിലെത്തുമ്പോൾ നമ്മുടെ മനസ്സിലൊന്നും ഒരു കളങ്കവും ഇല്ല. ഭയങ്കര മുത്തപ്പൻ നമ്മൾ ഓരോ ആൾക്കാരെയും സങ്കടം തീർത്തത് നമ്മുടെ കണ്ണൂരുകാരുടെ ഏറ്റവും വലിയ വിശ്വാസമാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ പൊന്നുമുത്തപ്പൻ, വിളിച്ചാൽ പുളിപ്പുറത്തെത്തുന്ന നമ്മുടെ പൊന്നുമുത്തപ്പൻ. അപ്പം നമ്മുടെ ചേച്ചിയുടെ ഗൃഹപ്രവേശ ദിവസം എല്ലാവരും പ്രത്യേക ബ്ലെസ്സിങ് തന്നെയായിരുന്നു കേട്ടോ. എല്ലാവർക്കും കണ്ണ് നിറഞ്ഞു മുത്തപ്പനോട്. മുത്തപ്പൻ്റെ അനുഗ്രഹത്തിൽ ചേച്ചിയുടെ ഗൃഹപ്രവേശം വളരെ ഭംഗിയായി കഴിഞ്ഞു. ഒരുപാട് ആളുകളുടെ സങ്കടങ്ങൾ കേൾക്കാനും അതിനുള്ള ഓരോ ആശ്വാസ വാക്ക് ഭഗവാൻ ഇങ്ങനെ പറയുമ്പോഴും എത്രയോ പേരുടെ മനസ്സും കണ്ണും നിറഞ്ഞിട്ടാണെന്നറിയോ മുത്തപ്പനെ കണ്ട് നമ്മൾ ഏറ്റവും വലിയൊരു ആഗ്രഹം സാധിച്ച ഒരു മട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയായിരുന്നു അത്. അപ്പോൾ മുത്തപ്പൻ്റെ ഈ ഒരു മുടിയഴിക്കൽ ചടങ്ങും കൂടി കഴിഞ്ഞാൽ ഈ ഒരു ചടങ്ങ് ഇവിടെ കഴിയുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം.